വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയുടെ പാർട്ട് 2 പോവാം. പ്രഗ്നൻസി സ്റ്റോറിയുടെ പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ മോൾക്ക് ഒരു 1.5 വയസ്സ് പ്രായമുള്ള സമയത്താണ്. ആ സമയത്ത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. മോളുടെ കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു സമയമായിരുന്നു. ആ ടൈമിൽ എൻ്റെ പ്രഗ്നൻസിക്ക് മുന്നേ എനിക്ക് PCOD ഒക്കെ ഹെവി ആയ സമയത്ത് തൈറോയ്ഡ് ഇഷ്യൂസ് വന്നിരുന്നു. എനിക്ക് മുമ്പേ ഇല്ലായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിരുന്ന സമയത്താണ് തൈറോയ്ഡ് ഇഷ്യൂ വരുന്നത്. അങ്ങനെ അതിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. 2-3 പ്രാവശ്യമൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ആ ടൈമിൽ എനിക്ക് തൈറോയ്ഡ് ഇല്ല. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയി. പിന്നെ വന്നിട്ടേ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. അപ്പോഴൊന്നും തൈറോയ്ഡിന് ഇഷ്യൂ ഇല്ല. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരുവാണ്. ഒരു സന്ധ്യയാവുന്ന ടൈമിൽ തന്നെ എനിക്ക് ഉറക്കം വരും. ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്നൊരവസ്ഥ. പിന്നെയെന്ന് പറഞ്ഞാൽ ക്ഷീണമെന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ, ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ ഭയങ്കര ക്ഷീണം വരും. അപ്പം ഞാൻ പ്രഗ്നൻസി എന്നൊരു കാര്യം നമ്മുടെ മൈൻഡിൽ പോലും വരുന്നില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തൈറോയ്ഡ് പിന്നീട് വന്നിട്ടുണ്ടാവും. പിന്നെയും തൈറോയ്ഡ് വന്നിട്ടുണ്ടാവും. മെഡിസിൻ നിർത്തിയിട്ട് ഒരുപാട് നാളായി. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇല്ലെങ്കിലും ഒരുപക്ഷെ പിന്നെയും അത് വന്നതായിരിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ 1-2 ദിവസമൊക്കെ പിന്നെയും ഞാൻ അതിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓഫീസിൽ തന്നെ നോക്കുന്ന ഉപകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നോർമലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു തൈറോയ്ഡ് പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കും ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഭയങ്കരമായിട്ടും ക്ഷീണം വരുവാണ്, തൈറോയ്ഡ് ചെക്ക് ചെയ്യണം, നമുക്ക് അങ്ങനെ പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈവനിങ് ലാബിലോട്ട് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ലാബ് ടെക്നീഷ്യൻ പറഞ്ഞു, ഈവനിങ് തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ പറ്റില്ല, മോർണിംഗ് തന്നെ വരണം. ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് ഇനി മോർണിംഗൊക്കെ വരാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെ ഓരോ എക്സ്ക്യൂസൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ എന്താണ് ഇഷ്യൂ, ഇപ്പോൾ തൈറോയ്ഡ് ചെക്ക് ചെയ്യാനായിട്ട് അർജൻറ്റായിട്ട് ചെക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ടയേർഡാണ്, ഭയങ്കരമായിട്ട് ടയേർഡാണ്, ഒരു രക്ഷയില്ല. അപ്പം ഇതിനു മുമ്പ് തൈറോയ്ഡിൻ്റെ മെഡിസിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഡെലിവറി കഴിഞ്ഞപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂസ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ മാറിയതായിരുന്നു. ഇപ്പോൾ തിരിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഡോക്ടറെ പോയി കാണിക്കണം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ടയേർഡ്നെസ്സാണ് കൂടുതലെങ്കിലും ഒന്ന് പ്രഗ്നൻസി ചെക്ക് ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന് ചാൻസ് ഒന്നുമില്ല, ഇത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതെ, അങ്ങനെ തീർത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ജസ്റ്റ് ബ്ലഡൊന്നും ചെക്ക് ചെയ്യണ്ട, ഒരു കാർഡ് വാങ്ങി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്കൊരു കാർഡ് തരുവാണ്. ഞാൻ അവിടെ തന്നെ നിന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഹസ്ബൻഡ് താഴെ, ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഹസ്ബൻഡ് താഴെ വെയിറ്റ് ചെയ്യുവാണ് ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് വരുന്നത് നോക്കാൻ. അങ്ങനെ ഞാൻ അവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്തു. എൻ്റെ ലൈഫിൽ കാർഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് വരെ ഒരു ഡബിൾ ലൈൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ജസ്റ്റ് അതിലോട്ടിങ്ങനെ ഒഴിച്ച് കൊടുക്കാനും ഇതിങ്ങനെ ഫില്ലായി വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഡബിൾ ലൈനുമായിട്ടാണ് വരുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ വായിൽ നിന്ന് ഫസ്റ്റ് വന്ന ഡയലോഗ്, അയ്യോ എൻ്റെ കുട്ടിക്ക് ഇത്ര പ്രായമല്ലേ ആയിട്ടുള്ളൂ എന്നുള്ളൊരിതാണ്. അപ്പോൾ ആ ലാബ് ടെക്നീഷ്യനോട് നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, അവർ 2 പേരും ഒരുപോലെ വളർന്നോളും, ഇങ്ങനെ പറയരുത്, അത് സന്തോഷമുള്ള കാര്യമല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നു. വീട്ടിൽ വന്ന് പറയുന്നു. ഞാൻ അങ്ങനെ ആദ്യമൊക്കെ പറഞ്ഞെങ്കിൽ പോലും എനിക്കും പിന്നീട് സന്തോഷമാണ്. നല്ല ഹാപ്പിയായി, പെട്ടെന്ന് തന്നെ ഹാപ്പിയായി. എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഒക്കെ പറയുന്നു. പിന്നെ നല്ല സന്തോഷത്തിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു, സ്കാൻ എടുത്തു, എല്ലാം ഓക്കെയാണ്. ഫസ്റ്റ് സ്കാനിൽ തന്നെ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു കുഞ്ഞിന്. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഇനി നെക്സ്റ്റ് പാർട്ടിലാണ് ബാക്കി വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണം, എന്താണ് ഇനി എൻ്റെ പ്രഗ്നൻസിയിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലിടും. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാവരും ചെയ്യണം. ബൈ.